1940-45 കാലഘട്ടങ്ങളിൽ തിരുവിതാംകൂറിലെ ജനങ്ങൾ വലിയ ദാരിദ്ര്യത്തിലേക്ക് കൂപ്പുകുത്തി. കൃഷി ചെയ്യുവാൻ പറ്റിയ സ്ഥലങ്ങൾ തേടി അവർ മലബാറിലേക്കും മറ്റ് സ്ഥലങ്ങളിലേക്കും യാത്ര തുടങ്ങി. ഇതിനെ കുടിയേറ്റം എന്നു വിളിക്കാം. കുടിയേറ്റം പുതിയ തലമുറയ്ക്ക് ഇത് കേട്ടുകേട്ട് തഴമ്പിച്ച ഒരു സാധാരണ വാക്ക്. പക്ഷേ നമ്മളിൽ നിന്നും 3 തലമുറ പുറകിലുള്ളവർക്ക്, കൃത്യമായി പറഞ്ഞാൽ അത് അനുഭവിച്ചവർക്ക്, അത് സാധാരണമായ ഒരു വാക്കല്ല. ആരൊക്കെയോ പറഞ്ഞുകേട്ട സ്ഥലങ്ങളിലേക്ക് തൻ്റെ ഭാര്യയെയും മക്കളെയും കൂട്ടിയുള്ള ഒരു യാത്ര. ചെന്നെത്തിപ്പെടുന്നിടങ്ങളിൽ കുറച്ച് സ്ഥലങ്ങൾ അവിടുത്തെ ജന്മിമാരിൽ നിന്ന് വാങ്ങുന്നു. ജന്മിമാരില്ലാത്ത സ്ഥലങ്ങളിൽ വന്നവർ തന്നെ വെട്ടിപ്പിടിക്കുന്നു. ഇങ്ങനെ കിട്ടുന്ന സ്ഥലങ്ങൾ ഒരിക്കലും കൃഷിക്ക് അനുയോജ്യമായവ ആയിരുന്നില്ല. പിന്നീട് മുൻപോട്ടുള്ള അവരുടെ ജീവിതം വളരെ പ്രയാസം നിറഞ്ഞതായിരുന്നു. കൃഷി ചെയ്യണമെങ്കിൽ കാട് മുഴുവൻ വെട്ടിത്തെളിക്കണം. താമസിക്കാൻ വീടില്ല, ഭക്ഷണമില്ല. ആ പ്രതിസന്ധി ഘട്ടങ്ങളിലും അവർ തളർന്നുപോയില്ല. കാട്ടുമൃഗങ്ങളുടെ ആക്രമണങ്ങളിൽ നിന്നും രക്ഷപ്പെടുവാൻ മരത്തിനു മുകളിൽ ഏറുമാടങ്ങൾ സ്ഥാപിച്ചു. പതിയെ കാട് വെട്ടിത്തെളിച്ച് കൃഷി ഇറക്കി. തങ്ങളുടെ വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് പള്ളികൾ സ്ഥാപിച്ചു. അങ്ങനെ കേട്ടറിഞ്ഞ് കൂടുതൽ ആൾക്കാർ മലബാറിലെത്തി. കുടിയേറ്റക്കാർക്ക് ഏറ്റവും അധികം പ്രതിസന്ധി സൃഷ്ടിച്ച ഒന്നാണ് മലമ്പനി. ചികിത്സയില്ലാതിരുന്ന ആ കാലത്ത് മലമ്പനി പല കുടുംബങ്ങളെയും നാമാവശേഷമാക്കി. എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളെയും അവർ തരണം ചെയ്തത് യേശുവിലുള്ള വിശ്വാസത്തിലൂടെയാണ്. ഒരിക്കലും തളരാത്ത മനസ്സോടെ അവർ ദൈവസന്നിധിയിൽ ആശ്രയമർപ്പിച്ചു. തൽഫലമായി ഇന്ന് കാണുന്ന സുഖസൗകര്യങ്ങൾ കുടിയേറ്റ മേഖലയിലുണ്ടായി. പുതിയ തലമുറയ്ക്ക് കൃഷി ചെയ്ത് ജീവിക്കാമെന്നായി. പുതിയ തലമുറയുടെ ചുറുചുറുക്കോടെ ആ പഴയ തലമുറയിൽപ്പെട്ട ചിലരെങ്കിലും ഇന്നും ജീവിച്ചിരിപ്പുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സംശയമായിരിക്കുമല്ലേ? ഒട്ടും സംശയിക്കണ്ട. അക്കൂട്ടത്തിൽപ്പെട്ട ചിലർ ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. അതിലൊരാളാണ് മഠത്തിൽ ജോസഫ് എന്ന കുഞ്ഞേപ്പ് ചേട്ടൻ. 101 വയസ്സിന്റെ ചെറുപ്പം. അതാണ് മഠത്തിൽ ജോസഫ് എന്ന കുഞ്ഞേപ്പ് ചേട്ടൻ. 5 തലമുറയെ കാണാൻ ഭാഗ്യം ലഭിച്ച കുഞ്ഞേപ്പ് ചേട്ടന്റെ ജീവിതത്തിലൂടെ നമുക്കൊന്ന് യാത്ര ചെയ്യാം. കോഴിക്കോട് ജില്ലയിലെ മുക്കത്തിനടുത്ത് ചുണ്ടത്തുംപോയിലാണ് അദ്ദേഹം താമസിക്കുന്നത്. എന്നും രാവിലെ വിശുദ്ധ കുർബാനയോടുകൂടി തുടങ്ങുന്ന ദിവസമാണ് ഈ പ്രായത്തിലും തനിക്ക് ചെറുപ്പം നിലനിർത്തുന്നതെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. ഇതാണ് മഠത്തിൽ തറവാട്. കുഞ്ഞേപ്പ് ചേട്ടൻ തൻ്റെ ഒരു ദിവസം തുടങ്ങുകയാണ് പള്ളിയിലേക്കുള്ള യാത്രയിലൂടെ. പതിനഞ്ച് മിനിറ്റോളം നടന്ന് ദിവസവും പള്ളിയിലെത്തുന്ന കുഞ്ഞേപ്പ് ചേട്ടൻ വിശുദ്ധ കുർബാനയിൽ ഭക്തിയോടെ പങ്കെടുക്കുകയും മക്കൾക്കും കൊച്ചുമക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ചാച്ച, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ചാച്ചൻ രാവിലെ പള്ളിയിൽ പോയോ? ഇന്ന് പള്ളിയിൽ പോയായിരുന്നു. ചാച്ചൻ എന്നും പള്ളിയിൽ പോവോ? എല്ലാം പോവും. ഇവിടെ അടുത്താണോ പള്ളി? പള്ളി അറിയില്ല. ഇവിടുന്ന് കവലയ്ക്കൊന്ന് ദേശങ്ങൾ ഇവിടുന്ന് കവലയ്ക്ക് ചെറും വഴിയും കൂടെ പോയാൽ മതി. നടക്കാനുള്ള ദൂരമുള്ള? ഞാൻ നടക്കുള്ളൂ മിക്കവാറും.
അതെയോ? പിള്ളേരെ കയറ്റി വണ്ടി കൊണ്ട് വരുമ്പോഴത്തേക്ക് ഞാൻ വിളിച്ചിട്ട് ചാച്ചൻ രാവിലെ എപ്പോഴാ എണീക്കുക? 5 മണിയാകുമ്പോൾ കേൾക്കും ഞാൻ. പിന്നെ കിടക്കുമില്ല, പിന്നെ കിടന്ന് ഉറക്കവും വരുമില്ല. പണ്ട് മുതലേ അങ്ങനെയാണോ? അങ്ങനെ 5 മണിയാകുമ്പോൾ കേൾക്കും. ചാച്ചൻ്റെ ഒരു ദിവസത്തെ ഭക്ഷണക്രമമൊക്കെ ഒന്ന് പറയാമോ? കാലത്ത് പല്ല് തേച്ച് പള്ളിയിൽ പോകുന്നതിന് മുമ്പ് പല്ലൊക്കെ തേച്ച് പല്ലില്ല എന്നാലേ ഒരു ഗ്ലാസ് കട്ടൻ കാപ്പി വേണം. അത് കഴിഞ്ഞ് പള്ളിയിൽ പോകും. പള്ളിയിൽ കഴിഞ്ഞ് വന്ന് ഒരു 9 മണിയാകുമ്പോൾ എന്തെങ്കിലും ഒരു കടി, ഈ ഗോതമ്പിൻ്റെ പുട്ടാണ് സാധാരണ ഉപയോഗിക്കുന്നത്. 2 പഴവും ചെറിയ പഴം അത് കഴിച്ച് ഇനിയിപ്പോൾ 1 മണിയാകുമ്പോൾ ഇച്ചിരി കഞ്ഞി കുടിക്കണം. പിന്നെ ഒരു 5 മണിയാകുമ്പോൾ ആ കാലത്തെ പോലെ കപ്പ ഉണ്ടെങ്കിൽ കപ്പ, അല്ലെങ്കിൽ പുട്ട് അത് കഴിച്ച് പിന്നെ അവിടെ കിടക്കും. അത്താഴം കൂടിയില്ല. ശരി. ചാച്ചന് എന്തെങ്കിലുമൊക്കെ അസുഖങ്ങളുണ്ടോ? ഇപ്പോഴോ? അസുഖമൊന്നുമില്ല. നേരത്തെ ഉണ്ടായിരുന്നു. കണ്ടോ ഈ കാലൊക്കെ ചൊറിച്ചിൽ വന്ന് നേരെ ആസകലങ്ങൾ ചൊറിഞ്ഞായിരുന്നു. അപ്പോൾ അന്ന് എല്ലാം തോലും ഉള്ളൂ. നമ്മൾ ക്ഷീണിച്ചിട്ട് അടുത്ത് ഇവിടെയൊക്കെ പല വൈദ്യന്മാരുടെ അടുത്ത് ഇരുന്നിട്ട് അവർക്കൊന്നും അറിയാൻ മേല. പിന്നെ ഈ മണ്ണൂർ പറവക്കപ്പുറം മണ്ണൂർ ഒരു വൈദ്യനുണ്ടെന്ന് പറഞ്ഞാൽ ആരണ്ടോ പറഞ്ഞ് കേട്ടുകൊണ്ട് പോയി. ഒരു നമ്പൂരിയാണ്. അവിടെ ചെന്നു. അയാൾ വീടാണെങ്കിൽ അവിടെ ഒരു കസേര ഇട്ടിരിക്കുള്ളൂ. ഇവിടെ ബെഞ്ചുണ്ട് തരുന്നോണം. എന്നാൽ തൂക്കാട് കാണിച്ചു കൊടുത്തു. അയാൾ ഒരെണ്ണ കഷായം എന്നെ കുറിച്ച് തന്നു. അത് ഉണ്ടാക്കി കഴിച്ചു. അത് ഇവിടെ വന്ന് ഉണ്ടാക്കി കഷായം, ഒരു കഷായം കഴിച്ച് പിന്നെ രണ്ടാമത് വെച്ച് വന്ന് അത് കഴിച്ച് എണ്ണയും കാച്ചി അങ്ങനെ ഒരു 3 മാസം 4 മാസം കഴിയുമ്പോഴത്തേനും ചൊറിച്ചിൽ കുറഞ്ഞു. പണ്ട് ചാച്ചനൊക്കെ എവിടെയായിരുന്നു? പണ്ട് ഞങ്ങൾ തൊടുപുഴ നെയ്ശ്ശേരിയുടെ വക. ചാച്ച അന്ന് തൊടുപുഴയിൽ നിന്നുള്ള ആ കുടിയേറ്റം മലബാറിലേക്ക് ഇങ്ങോട്ടേക്കുള്ള ആ കുടിയേറ്റത്തെക്കുറിച്ചും അന്നത്തെ ഇവിടുത്തെ അവസ്ഥയെക്കുറിച്ചൊക്കെ ഒന്ന് പറയാമോ? പറയാം കേട്ടോ. അവിടെ ഞങ്ങൾ പറഞ്ഞില്ലേ 1948 ഞങ്ങൾ പോകുന്നത്. അന്ന് 2 പിള്ളേരുണ്ട് എനിക്ക്. മൂത്തതാണ്. 2 പിള്ളേരുള്ളൂ അവിടെ. ഒരാൾ 3ാം ക്ലാസ്സിൽ പഠിക്കുന്നു, ഒരാൾ 2ൽ പഠിക്കുന്നു. ഇത് രണ്ടും അതിന് 2 പേരെ പള്ളിക്കൂടത്തിൽ പഠിക്കാനായിട്ട് അവളെ നിർത്തിച്ച് വന്നു വീട്ടുകാരുടെ വീട്ടിൽ. പിന്നെ പള്ളിക്കൂടം അടുത്ത് ഞാൻ പോയി കൊണ്ടുവരാൻ പോയി. തൊഴിലുറ വരെ നടക്കണം, 8 മൈൽ നടക്കണം. ഈ പിള്ളേർ 2 ഞാൻ കയ്യെ പിടിച്ചിട്ട് ഒന്ന് മടുക്കുമ്പോൾ ഒന്നെടുത്ത് ചില തോളേർ വയ്ക്കും, എന്നിട്ട് മറ്റേ കയ്യെ പിടിക്കുക. അങ്ങനെ പോകുന്നു. തൊഴിലുറ വന്നു. ഇപ്പോൾ തൊഴിലുറയിൽ നിന്ന് വാഴക്കുളം വരെ ബസ്സുണ്ട്. വാഴക്കുളത്ത് നിന്ന് പിന്നെ ഒരു ബസ്സുണ്ട് ആലുവയ്ക്ക്. ആലുവ ചെന്നാൽ പിന്നെ തീവണ്ടിക്ക് കോഴിക്കോടേക്ക് പോകാം. അങ്ങനെ മുക്കത്ത് വന്നു. മുക്കത്ത് വന്നിട്ട് പിന്നെ ഞാൻ നടക്കണം. അന്ന് ബസ്സും വണ്ടിയും കിണ്ടിയൊന്നുമില്ല. ആ പുഴ കടന്ന് തോണി കടന്ന് കര കടന്ന് ചെന്ന് നടക്കണം. പിന്നെ ഞങ്ങൾ മാങ്കായത്താണ് വീട്ടിൽ കൊണ്ട് വിട്ടേച്ച പുള്ളി അങ്ങോട്ട് പോയി കൂട്ടഞ്ഞേക്ക് പോയത്. മുക്കത്തുള്ള മകൻ്റെ അടുത്തേക്ക് പോകുമോ? പിന്നെ ഞാൻ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും പോകും. തന്നെയാണോ ചാച്ച? എന്ത് തന്നെ പോകും. ഇവിടെ നിന്ന് ബസ്സുണ്ടല്ലോ, അതിനങ്ങ് പോയാൽ മതി. ചാച്ചനിപ്പോൾ 5 തലമുറയിലുള്ളവരുടെ വലിയ ചാച്ചനാ അല്ലേ? അത് ശരി. 5 തലമുറയായി. ചാച്ചന് ഇപ്പോൾ എത്ര വയസ്സായി? 100 കഴിഞ്ഞാ പിള്ളേർ പറയണേ. 100 കഴിഞ്ഞെന്ന്. രജിസ്റ്റർ പറയുന്നത് 1913 ഫെബ്രുവരി 1 അല്ലേ? അങ്ങനെ. ചാച്ചൻ ഇപ്പോഴും കൃഷിഭൂമിയിൽ സജീവമാണല്ലേ? അതെ അതെ. എന്തെങ്കിലും പറ്റുന്ന പണിയെടുക്കും. ചാച്ചൻ എന്തൊക്കെയാ കൃഷി ചെയ്യുക? കപ്പ, ഇഞ്ചി. അതെ, കപ്പക്കൂടം വിട്ടിട്ടേക്കണേ തന്നെ. ചാച്ചനാ എല്ലാം ചെയ്യുന്നല്ലേ? നീ ചാണാനില്ല, ചാണാൻ നാളെ കൊണ്ടുവരും. വന്നിട്ട് നീ കൂടം വെട്ടണം. തട എടുത്തോളൂ. ചാച്ചന് എത്ര വയസ്സുള്ളപ്പോഴാണ് ചാച്ചൻ തൊടുപുഴയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് പോകുന്നത്? 28 വയസ്സ്. 28. അത് ശരി. 48 ഞങ്ങൾ പോകുന്നത്. ഇപ്പം നമ്മൾ ഈസ്റ്ററിലേക്ക് പോവാണല്ലോ. അപ്പോൾ ചാച്ച അന്നത്തെ ഈസ്റ്ററൊക്കെ എങ്ങനെയായിരുന്നു? അങ്ങനെ വലിയ ഭയങ്കരമൊന്നുമില്ല. അന്നൊക്കെ തീരെ കഴിവ് കുറവില്ലായിരുന്നു. ചാച്ചന് തോന്നുന്നുണ്ടോ അന്നായിരുന്നു ഈസ്റ്ററിനും ഇതുപോലെയുള്ള തിരുനാളുകൾക്കൊക്കെ കൂടുതൽ പ്രസക്തി ഉണ്ടായിരുന്നു? അതെ അതെ. എന്നാ ഇത് ഒരു വിലയൊന്നുമില്ലായി. ഇപ്പം പേരിന് മാത്രമാണോ? അത്രേ ഉള്ളൂ. ചാച്ചൻ നന്നായി വയലിൻ വായിക്കുമെന്ന് കേട്ടിട്ടുണ്ടല്ലോ. വയലിൻ വായിക്കുമായിരുന്നു. ഞാൻ
നാട്ടിൽ നിന്ന് പോരുമ്പോൾ നാട്ടിൽ നിന്ന് പഠിച്ചതാ. ആഹാ, അത് ശരി. അവിടെ പള്ളിയിലെ കുർബാനയ്ക്ക് മാറുന്നൊക്കെ കൂടുമായിരുന്നു. ചാച്ചൻ വയലിൻ പഠിച്ചത് എങ്ങനെയാ? ഒരാളുണ്ടായിരുന്നു ആശാൻ പഠിപ്പിക്കാൻ, ആഹാ, എൻ്റെ കൂടെ പഠിച്ചതാ. അത് ശരി. അപ്പൊ ചാച്ചനൊരു വയലിനിസ്റ്റാണ്, നല്ലൊരു പാട്ടുകാരനാണ്, സകലകലാ വല്ലഭനായിരുന്നല്ലേ? അതെ അതെ. ചുണ്ടത്തുമ്പോയില് പള്ളി ഉണ്ടാക്കിയതൊക്കെ എപ്പോഴാ ചാച്ച? ചുണ്ടത്തുമ്പോയിൽ പള്ളി ഉണ്ടാക്കി ഞങ്ങൾ ഇവിടെ വന്നാൽ പിന്നെ. അതെ അല്ലേ? ഇവിടെ വരുമ്പോൾ തോട്ടംമുക്കിൽ ഉണ്ട്, അതിന് പുഷ്പേരി പോകണം. കൃഷിക്കുള്ള വിത്തൊക്കെ എങ്ങനെയാ ചാച്ച സംഘടിപ്പിച്ചിരുന്നത്? വിത്ത് ഞങ്ങൾ ഒക്കെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നാ. നാട്ടിൽ നിന്ന് കൊണ്ടുവന്നാലേ? ഇഞ്ചി, പിന്നെ കണ്ടത്തിൽ വിതയ്ക്കാനുള്ള വിത്ത്, നെല്ല് അതൊക്കെ കൊണ്ടുവന്നു. നമ്മുടെ വീട്ടിലേക്ക് വേണ്ട അത്യാവശ്യ സാധനങ്ങളൊക്കെ അന്ന് എങ്ങനെയായിരുന്നു ചാച്ച സംഘടിപ്പിച്ചിരുന്നത്? അതല്ല, അത് വേണമെങ്കിൽ മുക്കത്ത് പോകണം. മുക്കത്ത് പോകണമായിരുന്നു. മുക്കത്ത് പോകണം, മുക്കത്ത് പോയി മേടിച്ചോണ്ട് തന്നെ. അത് അത് ഇവിടുന്ന് നടക്കണം, അത് വണ്ടിയും കിട്ടിയൊന്നുമില്ല. പോയി വരാൻ ഒരു ദിവസം എടുക്കുമോ ചാച്ച? ഒരു ദിവസമോ? എടുക്കും. രാത്രി ഒരു 10 മണിയാകുമ്പോൾ പോയാൽ ഒരു 4 മണിയാകുമ്പോഴത്തേനും തിരിച്ചു വരാം. അതെ അല്ലേ? അത് ശരി. മാങ്കയത്ത് വന്നപ്പോൾ സ്ഥലമൊക്കെ വാങ്ങിയതാണോ ചാച്ച? സ്ഥലം അത് വാങ്ങിയതാണ്. ഇവിടെ വന്ന് അന്ന് മുക്കംകാരനായിരുന്നു. അത് ശരി. വീരാൻകുട്ടി മുതലാളിയുടെ സ്ഥലമായിരുന്നു ആ ഭാഗം മുഴുവനും, മുക്കം ഈ കൽപ്പിനെയൊക്കെ. അന്ന് എങ്ങനെയായിരുന്നു ചാച്ച സ്ഥലത്തിനൊക്കെ വില? ഞങ്ങൾ വരുമ്പോൾ എന്നാ ഏക്കറിന് 40 രൂപ. അന്ന് വന്ന സമയത്ത് കൃഷിയൊക്കെ എങ്ങനെയായിരുന്നു ചാച്ച? ഇന്നിപ്പോൾ നമ്മുടെ സ്ഥലത്ത് നല്ല വിത്ത് കിളയ്ക്കോ അല്ലെങ്കിൽ ഇഞ്ചികളോ അല്ലെങ്കിൽ കപ്പയിടോ ചെയ്യണമെങ്കിൽ എല്ലാം കൂടെ കൂടി കൂടം വെട്ടി ഇട്ടും നാളെ വേറെ അടുത്ത ആളുടെ പറമ്പിൽ പോകും. അങ്ങനെ ആയിരുന്നു. അന്ന് കൂലിക്കാരൊന്നും കിട്ടാനില്ല, നമ്മൾ തന്നെയായിരുന്നു, നമ്മൾ തണ്ടാൻ പണി തോന്നണം. അത് കഴിഞ്ഞ് പിന്നെ കൂലിക്കാർ കിട്ടാൻ തുടങ്ങിയത്. നോമ്പ് കാലത്തെ നോമ്പൊക്കെ എങ്ങനെയായിരുന്നു ചാച്ച? അതെ, അന്ന് ഭയങ്കര, ഇന്നത്തെ പോലെ അന്ന് ഭയങ്കര നോമ്പ. ഇറച്ചി മീനും പാല് മോര ഇതൊന്നും തൊടാൻ മേല. ചാച്ചന് തോന്നുന്നുണ്ടോ ഇന്നത്തെ വിശ്വാസത്തെക്കാൾ കൂടുതൽ ആഴപ്പെട്ട വിശ്വാസമായിരുന്നു പഴയ തലമുറകളുടെ? അതെ അതെ. ഇന്നത്തെ അങ്ങനെ വലിയ വിശ്വാസമൊന്നുമില്ല, അന്ന് ഭയങ്കര വിശ്വാസമാണ്. ചാച്ചൻ്റെ തൊടുപുഴയിൽ നിന്ന് മലബാറിലേക്കുള്ള കുടിയേറ്റത്തെക്കുറിച്ചും അന്നത്തെ ഇവിടുത്തെ അവസ്ഥയെക്കുറിച്ചും ഒക്കെ ചാച്ചൻ ഞങ്ങൾക്ക് ഒരുപാട് പറഞ്ഞു തന്നു. അപ്പം ചാച്ചനിലൂടെ ഈ ക്രിസ്തീയ വിശ്വാസം ഇനി വരും തലമുറകളിലേക്കും പകർന്നു കൊടുക്കാനാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കും. മണ്ണിനോടും കാട്ടുമൃഗങ്ങളോടും പകർച്ചവ്യാധികളോടും പടവെട്ടി ഇവിടുത്തെ പൂർവികരുണ്ടാക്കിയ കാർഷിക വിഭവങ്ങളാണ് പുതിയ തലമുറയുടെ ജീവിതമാർഗം. 101-ാം വയസ്സിലും തൻ്റെ പഴയ ജീവിതശൈലികളിൽ ഒട്ടും മാറ്റം വരുത്താതെ ജോസഫ് ചേട്ടൻ ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. വിശ്വാസം മാത്രം മുറുകെ പിടിച്ച് മലബാറിലെത്തിയ ജോസഫ് ചേട്ടൻ ആ വിശ്വാസത്തിൽ അടിയുറച്ച് ജീവിക്കുകയും തൻ്റെ മക്കൾക്കും കൊച്ചുമക്കൾക്കുമായി ആ വിശ്വാസം ഇന്നും പകർന്നു കൊടുത്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. പള്ളിയിൽ നിന്നും വന്ന ശേഷം കുഞ്ഞേപ്പി ചേട്ടൻ തൻ്റെ പറമ്പിലേക്ക് ഇറങ്ങുകയായി. കപ്പ, വാഴ, ഇഞ്ചി, മുളക്, കൊക്കോ തുടങ്ങി ഒരു പറമ്പിൽ ചെയ്യാൻ പറ്റുന്ന എല്ലാ കൃഷിയും ഇദ്ദേഹം തൻ്റെ പറമ്പിൽ ചെയ്യുന്നു. കൃത്യമായ ഭക്ഷണവും വിശ്രമവും കുഞ്ഞേപ്പിയേട്ടൻ അനുവർത്തിച്ചു പോരുന്നു.
5 തലമുറയെ കാണുവാൻ അവസരം തന്നതാണ് ദൈവം തന്ന ഏറ്റവും വലിയ അനുഗ്രഹമായി ഇദ്ദേഹം കരുതുന്നത്. ഇനി നമുക്ക് കുഞ്ഞേപ്പ ചേട്ടന്റെ കുടുംബത്തെ ഒന്ന് പരിചയപ്പെടാം. ചേട്ടാ, ചേട്ടന്റെ പേരെന്താ? എൻ്റെ പേര് ജോർജ്. ചേട്ടനെ കുടുംബത്തെ ഒന്ന് ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാമോ? പരിചയപ്പെടുത്താമല്ലോ. ഞങ്ങൾ 6 മക്കളാണുള്ളത്. അതിൽ 5ാമത്തെ ആളാണ് ഞാൻ. ഞങ്ങൾ 48-ൽ തിരുവിതാംകൂറിൽ നിന്ന് മലബാറിൽ കുടിയേറിയതാണ്. തിരുവാമ്പാടി ആദ്യം താമസം തുടങ്ങി. പുഷ്പഗിരി, ഇപ്പോഴത്തെ പുഷ്പഗിരി ഇടവ, പണ്ട് മാങ്കയത്തിൽ ഞങ്ങൾ താമസത്തോടെ കൃഷിപ്പണി ഏർപ്പെട്ടു. ഞങ്ങൾ 6 മക്കളാണ്. 4 ആണും 2 പെണ്ണും. അതിൽ അമ്മ ആദ്യം മരിച്ചു. അമ്മ മരിച്ച് 12 വർഷമായി. മൂത്ത ചേട്ടനും മൂത്ത പെങ്ങളും എൻ്റെ നേരെ മൂത്ത ചേട്ടനും മരിച്ചു. ബാക്കി ഞങ്ങൾ 2 ആണും 1 പെണ്ണൊക്കെ ബാക്കി നിൽക്കുന്നുണ്ട്. ഞങ്ങളുടെ കുടുംബത്തിൽ 153 പേരോടുണ്ട്. തന്റെ മാലാകോട് വനിച്ച് പരിശുദ്ധാത്മാവാൻ പറയുന്നവർക്കും ധരിച്ചു നന്മ പറഞ്ഞു പറയുമേ സുസ്ഥീ കർത്താവ് അമ്മയുടെ കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അമ്മയുടെ ദർത്തമരമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. എല്ലാവരും ചേർന്നുള്ള സന്ധ്യാപ്രാർത്ഥനയാണ് തൻ്റെ പുതിയ തലമുറയെ വിശ്വാസത്തിൽ വളർത്തുവാനും മാതാവിനോടുള്ള ഭക്തിയിൽ ജീവിക്കുവാനും പ്രാപ്തമാക്കിയതെന്ന് ഇദ്ദേഹം വിശ്വസിക്കുന്നു. വചനമാംസമായ നമ്മുടെ ഇടയിൽ വസിച്ചു. നന്മ നിറഞ്ഞു പറയുമേ സുസ്ഥീ കർത്താവ് അമ്മയിലൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അമ്മയുടെ ദർത്തമരമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ. മഠത്തിൽ ജോസഫ് ചേട്ടൻ ഒരു പ്രതീകം മാത്രമാണ്. കുടിയേറ്റത്തിന്റെ കൈപ്പേറിയ അനുഭവങ്ങളുമായി ഇന്നും പലരും ജീവിച്ചിരിപ്പുണ്ട്. നാളുകൾക്ക് മുൻപ് മരിച്ചു പോയവരുമുണ്ട്. ജീവിച്ചിരിക്കുന്നവരെ നമുക്കൊന്നോർക്കാം. മരിച്ചു പോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം.